അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽ മിസ്ബാഹ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മുടന്തുമായി സ്വർഗം ചവിട്ടിയ ഒരു പ്രമുഖ സഹാബിയുടെ കഥയാണ്. ഇസ്ലാം ചരിത്രത്തിൽ തന്നെ രണ്ടാം യുദ്ധമായ ഉഹദ് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിലേക്ക് തനിക്കും പങ്കെടുക്കാൻ വളരെ ഏറെ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന മഹാനായ പ്രവാചക സ്നേഹിയും ആശിഖ് റസൂലുമായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു വളരെ വിഷമത്തിൽ ഇരിക്കുന്ന ഒരു സമയം. മുടന്തനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു തനിക്കും ആ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായി ഈ മുടന്തോടുകൂടി സ്വർഗം ചവിട്ടണം എന്ന് ആഗ്രഹം മനസ്സിൽ ഉറപ്പിച്ചു. അദ്ദേഹം യുദ്ധത്തിന് പങ്കെടുക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ തൻ്റെ 3 മക്കളും യുദ്ധത്തിന് പോവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉപ്പയും, മുടന്തനായ ഉപ്പയും, മുടന്തനും വൃദ്ധനുമായ ഉപ്പ യുദ്ധത്തിന് വരുന്നുണ്ട് എന്ന് അറിഞ്ഞ മക്കൾ അതിന് എതിർപ്പ് കാണിച്ചു. മക്കളുടെ എതിർപ്പുകൾ വകവെക്കാതെ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു തൻ്റെ തീരുമാനത്തിനൊരു മാറ്റവുമില്ല എന്ന് മക്കളോട് തറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ ഈ ഒരു വാശി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലെത്തി. മക്കൾ തൻ്റെ ഉപ്പയെ വിടാൻ സമ്മതിക്കുന്നില്ല എന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അരുളി, അല്ലാഹു ഇദ്ദേഹത്തിന് രക്തസാക്ഷിത്വം വിധിച്ചിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വഴിക്ക് നിങ്ങൾ വിടുക. പ്രവാചകന്റെയും ഉപ്പയുടെയും തീരുമാനം ഒന്നാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താണ് വിഷമം എന്ന് മക്കൾ അവിടുന്ന് വിചാരിച്ചു. അങ്ങനെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് പെട്ടെന്നായിരുന്നു യുദ്ധത്തിനുള്ള കാഹളം മുഴങ്ങിയത്. അങ്ങനെ തൻ്റെ 3 മക്കളെയും അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു കൂട്ടി യുദ്ധത്തിലേക്ക് പുറപ്പെടുന്നതിന് കുറച്ചു മുമ്പ് തൻ്റെ ഭാര്യയോട് സലാം പറഞ്ഞു, ദുആ വസിയത്ത് ചെയ്തു. വീട്ടിൽ നിന്ന് അവസാനം ഇറങ്ങിപ്പോകുന്നത് പോലെയുള്ള ഒരു യാത്ര പറച്ചിൽ പറഞ്ഞുകൊണ്ട് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് വുളൂ ചെയ്തു 2 റക്അത്ത് നിസ്കരിക്കുകയും അള്ളാഹുവിലേക്ക് കൈകൾ മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ, നീ എനിക്ക് രക്തസാക്ഷിത്വം നൽകണമേ. രക്തസാക്ഷിത്വം നൽകാതെ തിരിച്ച് എന്നെ നീ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കരുതേ എന്നായിരുന്നു അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രാർത്ഥിച്ചത്. അങ്ങനെ യുദ്ധത്തിനുള്ള സഫുകൾ നിരനിരയായി കൊള്ളാൻ തുടങ്ങി. അമ്പുകൾ പരസ്പരം കൂട്ടി വിലസാനും തുടങ്ങി. ശത്രുക്കൾക്ക് മുസ്ലിങ്ങളുടെ അമ്പിന് മുമ്പിൽ, വാൾ മുനയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ അവർ പിന്തിരിഞ്ഞോടുകയും യുദ്ധം വിജയിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷം ഗനീമത്ത് സ്വത്തുകൾ ഒരുമിച്ച് കൂട്ടുന്നത് കണ്ട പ്രവാചകൻ കുറച്ചുപേരെ മലയിലും മുകളിൽ നിർത്തിയ കുറച്ച് സഹാബികൾ അവിടെ നിന്ന് പിന്തിരിഞ്ഞു വരികയും ഇത് കണ്ട ശത്രുക്കൾ മലയുടെ പിന്നിലൂടെ തിരിച്ചു വന്ന് വീണ്ടും ആക്രമിക്കുകയും ചെയ്തു. രണ്ടാമതുണ്ടായ അക്രമത്തിൽ പ്രവാചകൻ വളരെ വിഷമത്തിലാവുകയും കുറച്ചുപേർ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. നമ്മുടെ കഥാപുരുഷനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു തൻ്റെ വൈകല്യം വകവെക്കാതെ പ്രവാചകന് മുന്നിൽ ശത്രുക്കൾക്ക് നേരെ പടപൊരുതി നിന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കാതെ പടപൊരുതി അദ്ദേഹം അവിടുന്ന് പറയുകയുണ്ടായി, ഈ മുടന്തുമായി എനിക്ക് സ്വർഗം ചവിട്ടണം എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു ശത്രുക്കൾക്ക് മുന്നിൽ പാഞ്ഞടുത്തത്.
ഞാൻ സ്വർഗം കൊതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ശത്രുക്കൾക്ക് നേരെ തന്റെ വാൾ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു വീശിയത്. തന്റെ വൈകല്യത്തെ വകവെക്കാതെ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു വളരെ വിശാലമായി തന്നെ യുദ്ധത്തിൽ പടപൊരുതി. കിതപ്പ് വകവെക്കാതെയുള്ള കുതിപ്പായിരുന്നു അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിൻ്റേത്. അങ്ങനെ ഒരു ശത്രുവിന്റെ വാൾ മുനയ്ക്ക് മുന്നിൽ പകച്ചുപോയ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ ഷഹീദാവുകയും അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു നിലം പതിക്കുകയായിരുന്നു, അല്ല സ്വർഗത്തിലേക്ക് പാറിപ്പോവുകയായിരുന്നു. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന് സ്വർഗം കരസ്ഥമായി. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. പ്രവാചകനെ ഏറെ സ്നേഹിക്കുകയും അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെടുകയും സ്വർഗം ഒരുപാട് കൊതിക്കുകയും ഷഹീദാവാൻ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്ത ഒരു മഹാമനീഷിയായിരുന്നു അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കൂടെ, പ്രവാചകന്റെ കൂടെ നാളെ അള്ളാഹു നമ്മേവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.